വരികയായിരുന്നല്ലോ. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ ഏവരെയും അതിനായി ശക്തിപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം 28-ാമത്തെ അധ്യായമാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ക്ലാരിറ്റി, കഴിഞ്ഞ ആഴ്ചത്തെ സംസാരിച്ചതാകുന്ന വിഷയത്തോട് അനുബന്ധിച്ച് ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം 28-ലേക്ക് കടന്നു വരാം എന്ന് ആഗ്രഹിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചപ്പോൾ 27-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണുവാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ എന്നതിനെ കുറിച്ച് സംസാരിക്കുവാനിടയായി. അത് ഇന്റർപ്രറ്റ് ചെയ്തു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഫിസിക്കലി മാത്രമല്ല മങ്ങിയത്, സ്പിരിച്വലി കൂടെ അദ്ദേഹത്തിന് ഒരു മന്ദത ഒരു ഇടക്കാലം കൊണ്ട് ഉണ്ടായി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. തിരുവചനത്തിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ജീവിതത്തിൽ കണ്ടതാകുന്ന രണ്ട് കാര്യങ്ങൾ ഇടക്കാലം കൊണ്ട് ഒരു ആത്മീയ മന്ദത, തൻ്റെ ഫിസിക്കലി തനിക്കുണ്ടായ ആ കാഴ്ചയുടെ മങ്ങൽ പോലെ തന്നെ തൻ്റെ ആത്മീയമാകുന്ന രീതിയിലും തനിക്ക് ചിലതാകുന്ന മന്ദതകൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്. അതൊന്ന്, തൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ ചെയ്തതാകുന്ന പക്ഷപാതമാണ് അതിനൊരു കാരണം. രണ്ടാമത്തേത്, ഏശാവും യാക്കോബും റിബേക്കയുടെ വയറ്റിൽ ഉരുവായപ്പോൾ തന്നെ ഈ രണ്ട് ഇരട്ട പിള്ളകൾ റിബേക്കയുടെ വയറ്റിൽ വെച്ച് വല്ലാതെ അസഹ്യപ്പെടുത്തുവാനിടയായി തീർന്നു. ലോകത്തിൽ തിരുവചനാടിസ്ഥാനത്തിൽ മക്കൾ ഉണ്ടാകുന്നത് നമ്മളെടുത്ത് നോക്കിയാൽ ആദ്യത്തെ ഇരട്ട പിള്ളകൾ ഉണ്ടായിട്ടുള്ളത് റിബേക്കയ്ക്കാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. വയറ്റിലുണ്ടായ സമയത്ത് തന്നെ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് റിബേക്ക ദൈവത്തോട് ചോദിക്കുവാനായി പോയി. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ വയറിൽ ഉള്ളതാകുന്ന രണ്ട് സന്തതി, രണ്ട് വംശമാണ്. മൂത്തവൻ ഇളയവനെ സേവിക്കും. അനുഗ്രഹം കൈമാറ്റപ്പെടുന്നത് ഇളയവനിലൂടെ ആയിരിക്കും, വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നത് ഇളയവനിലൂടെ ആയിരിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. റിബേക്കയ്ക്ക് ഈ സംഭവം അറിയാം, ഇസ്ഹാക്കിന് ഈ സംഭവം അറിയാം. എന്നാൽ ഇസ്ഹാക്ക് ആ കാര്യത്തെ മറച്ചു വെച്ച് അവിടെ ദൈവഹിതത്തിനെതിരായി താൻ പ്രവർത്തിക്കുവാനായി തുടങ്ങുന്നതാണ് 27-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിച്ചത്. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെതാകുന്ന കാരണം ഞാൻ ചില വേദഭാഗങ്ങൾ റെഫർ ചെയ്യുവാനിടയായി. ചില ബൈബിൾ കമൻട്രീസ് ആണ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചത്. ഒന്ന് മാത്യു ഹെൻറിയുടെ കമൻട്രിയാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഹി ഓഫൻ ഹൈലൈറ്റ്സ് ഐസക്സ് ഫേവറിറ്റിസം ടുവേർഡ് ഈസു ആസ് എ വീക്ക്നെസ്. Henry explains that Isaac's blindness was not just physical but also spiritual, since he ignored God's earlier prophecy that the elder shall serve the younger. രണ്ടാമത് ഞാൻ നോക്കിയത് ബിലീവേഴ്സ് ബൈബിൾ കമൻട്രി ആണ്, മാക്ഡൊണാൾഡിൻ്റെ. അതിലും ഏകദേശം
അതേപോലെയുള്ളതാകുന്ന ആശയങ്ങൾ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐസക് മെയ്ഡ് ദ മിസ്റ്റേക്ക് ഓഫ് ട്രസ്റ്റിംഗ് ഹിസ് ഫീലിംഗ്സ്. He hairy arm felt like Esau. We should not trust our emotional feelings in spiritual matters. As Martin Luther observed, feelings come and feelings go, and feelings are deceiving. Our warrant is the word of God. എന്ന് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. രണ്ടാമത് വേറെ ഒന്നും കൂടെ പരിശോധിക്കുവാനിടയായി. അത് മിഡ്രാഷ് കമൻട്രിയാണ്. അത് ജൂവിഷിൻ്റെതാവുന്ന ഇടയിലുള്ളതാകുന്ന ഒരു കമൻട്രിയാണ്. അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: സം റബേനിക് സോഴ്സസ് ഓൾസോ ഇന്റർപ്രറ്റ് ഐസക്സ് ബ്ലൈൻഡ്നെസ് ആസ് സ്പിരിച്വൽ, saying God allowed his eyes to dim so that Jacob could receive the blessing according to God's plan. നാലാമത്തേത് വില്ലിംഗ്ടൺ ഗൈഡ് ടു ദ ബൈബിൾ, ഡോക്ടർ ഹാരോൾഡിൻ്റെ ആണത്. അവിടെയും തത്തുല്യമായി തന്നെയാണ് പരാമർശിക്കുന്നത്. ഹി ഇൻസ്ട്രക്ട്സ് ഈസു ടു കിൽ ഡിയർ ആൻഡ് പ്രിപ്പയർ ഹിം എ വെനിസൺ മീൽ that he might eat and bless him before he dies. At the very point of death, Isaac's last thoughts were on his stomach. His spiritual condition had apparently seriously deteriorated. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു സ്പിരിച്വൽ വീക്ക്നെസ് ഐസക്കിന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുവാൻ ഇടയായിത്തീർന്നത്. എന്തൊക്കെ പുസ്തകങ്ങൾ പരാമർശിക്കപ്പെട്ടാലും എന്തൊക്കെ നമ്മൾ പഠനം നടത്തിയാലും തെറ്റുകൾ പറ്റുവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കേട്ടപ്പോൾ എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചതാകുന്ന അധ്യാപകരെ ഞാൻ കോണ്ടാക്ട് ചെയ്യുവാൻ ഇടയായി. ഞാൻ ഈ ഭാഗം എനിക്കൊന്ന് വിശദീകരിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ വ്യക്തമാക്കി, ഒരു സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ഇസാക്കിന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് പറയുവാൻ ഇടയായി. ഞാൻ അതുകൊണ്ട് നിർത്തിയില്ല. ഞാൻ നമ്മുടെ ഇടയിലുള്ളതാകുന്ന ഒരു വലിയ വേദ അധ്യാപകനെ ഞാൻ ചെന്ന് അദ്ദേഹത്തോടും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംശയം ചോദിക്കുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല, വേദപുസ്തകത്തിൽ അതിനുള്ള തെളിവില്ല എന്ന് പറഞ്ഞ് എന്നോട് പറയാനിടയായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തങ്ങളാകുന്ന അഭിപ്രായങ്ങൾ വേദ അധ്യാപകരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നമുക്കിത് സ്വയമായി മനസ്സിലാക്കുവാൻ ഞാനിത് സഹോദരന്മാരോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ തന്നെ അത് മനസ്സിലാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്, ബുധനാഴ്ച നമ്മുടെ ബൈബിൾ സ്റ്റഡി നമ്മുടെ ഇതേ സ്ഥലത്ത് നടക്കുന്ന ഒരു സമയത്ത്, അന്ന് ഇതുപോലെയല്ലേ ഇരിക്കുന്നത്, എല്ലാവരും വട്ടത്തിലിരുന്ന് കസേര ഇട്ടിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അന്ന് ബൈബിൾ സ്റ്റഡിയുടെ ഇടയ്ക്ക് ഒരു ഡിസ്കഷൻ വന്നു. അതിതായിരുന്നു: ശമൂവേൽ പ്രവാചകൻ മരിച്ചു. ശമൂവേൽ പ്രവാചകൻ മരിച്ചപ്പോൾ ശൗല് ചെന്ന് വെളിച്ചപ്പാടത്തിയോട് പറഞ്ഞു, ശമൂവേലിനെ വരുത്തി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ വന്നു. ഇത് അന്നത്തെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ആരൊക്കെ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ നഖശികാന്തം ഞാൻ പറഞ്ഞു, ഒരിക്കലും ദൈവദാസന്മാരുടെ ആത്മാവിനെ ഒരു പൈശാചിക ശക്തിക്ക് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുകയില്ല. എന്നാൽ അന്ന് എനിക്ക് അറിയുന്നതാകുന്ന 2 വേദ അധ്യാപകർ, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന 2 പേരെ ഞാൻ പിറ്റേ ദിവസം തന്നെ കോണ്ടാക്ട് ചെയ്തു. അവരോട് ഞാൻ ചോദിച്ചു, ശമൂവേലിനെ വരുത്തിത്തരുവാൻ
ഒരു പൈശാചിക ശക്തി കഴിയുമോ? അതിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ദാനിയേൽ വർഗീസാണ് പറഞ്ഞത്, സഹോദര, അതിനകത്ത് അധികം കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. അത് രണ്ടും പഠിപ്പിക്കുന്നതാകുന്ന അധ്യാപകന്മാർ നമ്മുടെ ബൈബിൾ കോളേജുകളുണ്ട്. ശമൂവേലിനെ യഥാർത്ഥമായി വരുത്തി തന്നു എന്ന് പറയുന്നവർ നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, അത് അങ്ങനെയല്ല, അത് പൈശാചിക ശക്തിയാണെന്ന് പറയുന്നവരും നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ബ്രദറുകാരുടെ ഇടയിൽ തന്നെയും വേദ അധ്യാപകരുടെ ഇടയിൽ ഒരു ഏക അഭിപ്രായം പല വിഷയങ്ങളിലും ഇല്ല എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഒരാൾ പറയുന്നത് നമ്മൾ ഏറ്റെടുക്കും, മറ്റൊരാൾ പറയുന്നത് നമ്മൾ തള്ളിക്കളയും. എന്തായാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതൊന്ന് സ്വന്തമായി വ്യാഖ്യാനിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ എപ്പോഴും രണ്ട് വശങ്ങളുണ്ട്. ഒരു നല്ല വശമുണ്ട്, അതുപോലെ തന്നെ ബലഹീനമാകുന്ന മറ്റൊരു വശവും കൂടെയുണ്ട്. നമുക്ക് പുണ്യവാളന്മാരില്ല. യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ നമുക്കുള്ളത്. യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനാണ്. തന്നെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. മനുഷ്യരെ കുറിച്ച്, പിതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, അത് അബ്രഹാം ആയിക്കൊള്ളട്ടെ, ഇസ്ഹാക്ക് ആയിക്കൊള്ളട്ടെ, യാക്കോബ് ആകട്ടെ, ദാവീദാകട്ടെ, ഇവരെ എല്ലാം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവരിലൊക്കെയും കുറെ നല്ല വശങ്ങളുണ്ട്. അപ്പോൾ തന്നെ അവരിൽ ചില ബലഹീനമാകുന്ന വശങ്ങളുമുണ്ട്. നമ്മളൊരു ക്യാരക്ടർ സ്റ്റഡി എന്ന നിലയിൽ നമ്മളൊരു വിഷയം എടുത്ത് പഠിച്ചാൽ ഈ രണ്ട് ഭാഗങ്ങളും പരിശോധിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മുടെ പഠനം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മളെ ധാരാളം സഹായിക്കുമാറാകട്ടെ. രണ്ടാമത് മറ്റൊരു കാര്യം എൻ്റെ വാക്കിൽ നിന്ന് വന്നത്, ഇസ്ഹാക്കിന്റെ വീട്ടിൽ രണ്ടടുക്കള ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുവാനിടയായി തീർന്നു. അതും വേദവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അടുക്കള എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അന്ന് വലിയ വീടുകളോ കെട്ടിടങ്ങളോ ഇല്ല, കൂടാരത്തിലാണ് അവർ താമസിക്കുന്നത്. അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് കൂടാരത്തിനകത്താണോ പുറത്താണോ മരച്ചോട്ടിലാണോ എന്നത് നമുക്കറിയില്ല. എന്തായാലും തിരുവചന അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ രണ്ട് വെപ്പ് നടക്കുന്നു. അത് വളരെ കൃത്യമാണ്. അതിൻ്റെ ഉദാഹരണം, യാക്കോബ് ഉണ്ടാക്കിയ പായസം സ്വന്തം ജ്യേഷ്ഠനാകുന്ന ഏശാവിന് വിലയ്ക്കാണ് വിൽക്കുന്നത്. അതും ജ്യേഷ്ഠാവകാശം എന്ന വില വാങ്ങിച്ചു. മാത്രമല്ല, മറ്റൊരു സന്ദർഭം നമ്മൾ അവിടെ പരിശോധിക്കണം. ഈ വീട്ടിൽ രണ്ട് ഹിത്യ സ്ത്രീകൾ കൂടെയുണ്ട്. ഈ ഹിത്യ സ്ത്രീകൾ ഇസ്ഹാക്കിനും അതുപോലെ തന്നെ റിബേക്കയ്ക്കും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളല്ല എന്നുള്ളത് ഇതിനോട് ചേർത്ത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. മൂന്നാമതായി, റിബേക്ക യാക്കോബിന്റെ വേഷം മാറ്റി ഏശാവിന്റെ വേഷം അണിയിച്ച് റിബേക്ക ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, ആ ഭോജനം, അത് യാക്കോബിന്റെ കൈകളിൽ കൊടുക്കുകയും യാക്കോബ് അത് കൊണ്ടുപോയി ഇസ്ഹാക്കിന് കൊടുക്കുന്നതും നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഏശാവിന്റെ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഏശാവ് കൊണ്ടുവന്നതാവുന്ന വേട്ടയിറച്ചി താൻ തന്നെ പാകം ചെയ്ത് പിതാവിന് കൊണ്ട് കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം, ആ വീട്ടിൽ രണ്ട് വെപ്പ് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ രംഗവും ഞാൻ അവസാനിപ്പിക്കാനായി ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഏതായാലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് എനിക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തുവാൻ
അതിടയായി. അതുകൊണ്ട് എൻ്റെ നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ 27-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന പോർഷൻ നമ്മൾ അത് പൂർത്തീകരിക്കാതെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ നിന്ന് പോയത്. അത് ഇങ്ങനെയാണ്: അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബിനെ ഇസഹാക്ക് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് അവിടെ നിന്ന് പെട്ടെന്ന് പോയി. തുടർന്ന് വേഗത്തിൽ തന്നെ ഏശാവ് തൻ്റെ അടുക്കിലേക്ക് വരികയും ആ ഏശാവ് ഉണ്ടായിക്കൊണ്ടുവന്നതാകുന്ന ഭക്ഷണം ഇസഹാക്കിന് കൊണ്ടുപോയി കൊടുക്കുവാൻ ശ്രമിക്കുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഇസഹാക്ക് ഒരു കാര്യം മനസ്സിലാക്കി: താൻ അനുഗ്രഹിച്ചത് താൻ ഉദ്ദേശിച്ച ആളെയല്ല, താൻ അനുഗ്രഹിച്ചത് അനുജനാകുന്ന യാക്കോബിനെയാണ്. അങ്ങനെ ഏശാവ് വന്നപ്പോൾ ഏശാവിന് അനുഗ്രഹം കിട്ടാതെ താൻ ദുഃഖിതനായിത്തീരുന്ന കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. താൻ ഹൃദയത്തിൽ പറയുന്നത് പിടിച്ചെടുക്കുന്ന ഒരു റിബേക്കയെ നമുക്കവിടെ കാണാം. താൻ ഹൃദയത്തിലാണ് പറഞ്ഞത്, അപ്പൻ്റെ സമയം അടുത്തു, അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ യാക്കോബിനെ കൊല്ലും. അതെങ്ങനെ പിടിച്ചെടുത്തു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം: ഒരു വ്യക്തി നമുക്കെതിരെ ക്രൂരമായി ചിന്തിക്കുന്നത് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായി സാധിക്കും. അതിന് സൈക്കോളജി പഠിച്ചില്ലെങ്കിലും നമുക്കത് മനസ്സിലാക്കി എടുക്കുവാനായി സാധിക്കും. ഇവിടെ റിബേക്ക ഏശാവിന്റെ മുഖം നോക്കിയപ്പോൾ മനസ്സിലായി, ഇനി വീട്ടിൽ നടക്കുവാൻ പോകുന്നത് കൊലപാതകമാണ്. അവിടെ റിബേക്ക വളരെ ബുദ്ധിയോടുകൂടെ തന്നെ അവിടെ ഇടപെടുകയും അതുവരെ അകന്നു നിന്നതാകുന്ന റിബേക്ക ഇസഹാക്കിന്റെ അടുത്ത് ചെന്ന് വേറെ ഒരു രീതിയിൽ കാര്യം അവതരിപ്പിക്കുന്നത് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് അല്ല പറയുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്: ഈ ഹിത്യ സ്ത്രീകൾ അവർക്ക് അസഹ്യമായിരിക്കുന്നു. അത് ഇസഹാക്കിനും ഒരുപോലെയാണ്, റിബേക്കയ്ക്കും ഒരുപോലെയാണ്. ഇനി ഇളയ മകനാകുന്ന യാക്കോബും കൂടെ ഒരു ഹിത്യ സ്ത്രീയെ കൊണ്ടുവന്നാൽ ഞാൻ എന്തിന് ജീവിക്കും? ഇതൊരു സ്ഥിരം പ്രയോഗമാണ് റിബേക്കയുടെ. നേരത്തെ ഒന്ന് എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തൻ്റെ തെറ്റിനെ മനസ്സിലാക്കിയതാകുന്ന ഇസഹാക്ക് വളരെയധികം വേഗത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ താഴേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ അനുസരണമുള്ളവനും പിതാവിനോടൊപ്പം നടക്കുന്നവനുമായി നമുക്ക് ഇസഹാക്കിനെ കാണുവാനായി കഴിയുന്നുണ്ട്. 24-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു പ്രാർത്ഥന നിരതനാകുന്ന ഇസഹാക്കിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 26-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദേശത്തെല്ലാം കിണറുകൾ കുഴിച്ച് മറ്റുള്ളവർക്ക് വെള്ളം നൽകുന്ന നന്മകൾ ചെയ്യുന്നതാകുന്ന ഒരു ഇസഹാക്കിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 27-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് തൻ്റെ സ്പിരിച്വൽ വീക്ക്നെസ് നമ്മൾ അവിടെ പ്രകടമായി കാണുന്നത്, തൻ്റെ കണ്ണു മങ്ങിയതായി നമ്മൾ അവിടെ കാണുന്നത്. 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ അബദ്ധം മനസ്സിലാക്കി ചടകുടൻ എഴുന്നേൽക്കുന്നതാകുന്ന ഒരു ഇസഹാക്കിനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതുവരെ ദൂരേക്ക് മാറി നിന്നതാകുന്ന റിബേക്ക പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചുവരവ് നടത്തി ആ കുടുംബത്തിൻ്റെതാവുന്ന അന്തരീക്ഷം അപകടത്തിലേക്ക് പോകുന്നതിന് പകരം അത് റൂട്ട് മാറ്റി വളരെ വിദഗ്ധമായി തന്നെ വിടുന്നത് നമുക്ക്
അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. 28-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെ 4 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അനന്തരം ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു, അവനോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻഅരാമിൽ നിന്ന് നിന്റെ അമ്മയുടെ അപ്പനായ ബെഥൂവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യയെ എടുക്കാം. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്റെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. ഈ അധ്യായത്തെ വിഭാഗിക്കുമ്പോൾ പ്രധാനമായും 6 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ വിഭാഗിക്കുവാനായി സാധിക്കും. ഒന്ന്, ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് വീണ്ടും അനുഗ്രഹിക്കുന്നത് ആദ്യ ഭാഗത്ത് കാണുന്നു. അതുപോലെ ഇസ്ഹാക്ക് യാക്കോബിനെ യാത്ര അയക്കുന്നു പദ്ദൻഅരാമിലേക്ക്. മൂന്നാമതായി ഏശാവ് എടുത്തതാകുന്ന തൻ്റെ തീരുമാനവും പ്രതികരണവും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നാലാമതായി നമുക്ക് യാക്കോബ് കാണുന്ന സ്വപ്നത്തെ കുറിച്ച് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. 5-ാമതായി യാക്കോബിന് ദൈവത്തോടുള്ളതാകുന്ന യാക്കോബിന്റെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. 6, യാക്കോബ് ദൈവത്തിന് നൽകുന്ന നേർച്ചയെയും നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരാം. ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു. നേരത്തെ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹം യാക്കോബിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹമായിരുന്നില്ല, ഏശാവിന് വേണ്ടിയുള്ള അനുഗ്രഹമായിരുന്നു. എന്നാൽ ഇവിടെ ഡയറക്റ്റ്ലി യാക്കോബിന്റെ പേര് ചൊല്ലി വിളിച്ച് യാക്കോബിന് വേണ്ടി മാത്രം അനുഗ്രഹിക്കുന്നത് കാണുവാനായി സാധിക്കുന്നുണ്ട്. മാത്രമല്ല 27-ാമത്തെ അധ്യായത്തിലെ അനുഗ്രഹത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും, വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, നിന്റെ സഹോദരന്മാർ നിന്നെ വണങ്ങട്ടെ എന്നൊക്കെയും പറഞ്ഞ് അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ഭൗമികമാകുന്ന അനുഗ്രഹങ്ങളാണ് നമുക്ക് 27-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നെങ്കിൽ ഇവിടെ 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കേവലം ഭൗമികമാകുന്ന ഒരു അനുഗ്രഹം മാത്രമല്ല അവിടെ കാണുവാനായി സാധിക്കുന്നത്, അവിടെ സർവശക്തനാകുന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞുള്ള അനുഗ്രഹം നമുക്ക് കാണുവാനായി സാധിക്കുന്നു. 17-ാമത്തെ അധ്യായം 1-ാമത്തെ ഭാഗ്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ ഞാൻ സർവശക്തനാകുന്ന ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അബ്രഹാമിനോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. തന്റെ പിതാവാകുന്ന അബ്രഹാമിന്റെ പേരിൽ ഉള്ളതാകുന്ന എൽ ഷദായ്, ഓൾമൈറ്റി ഗോഡ്, ആ ഒരു അനുഗ്രഹമാണ് ഇവിടെ ഇപ്പോൾ യാക്കോബിന് ഇസ്ഹാക്ക് നൽകുന്നത് എന്ന് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. രണ്ടാമതായി യാക്കോബിനോട് പറഞ്ഞതാകുന്ന കാര്യം അവനോട് ആജ്ഞാപിച്ചു എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് ശ്രദ്ധേയമായി തീരുന്നത്. ഇസ്ഹാക്കിൻ്റെതാകുന്ന ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് കാണുവാനായി സാധിക്കുന്ന ആദ്യത്തെ ഒരു കൽപ്പനയാണ് തൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നത്. ആ ആജ്ഞാപനം ഇങ്ങനെയായിരുന്നു, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്, ഇണയില്ല പിണ കൂടരുത്. ഇവിടെ ദൈവമക്കളെ കുറിച്ച്, ദൈവജനത്തെ കുറിച്ച് ദൈവത്തിന് എപ്പോഴും ഒരു പദ്ധതിയുണ്ട്. അവർ വിവാഹിതരാകേണ്ടത് ദൈവജനമായിട്ടുള്ള ദൈവമക്കളായിട്ടുള്ള ആളുകളും ആയിട്ട് മാത്രമേ വിവാഹിതരാകാവൂ എന്നുള്ളത് ഒരു പ്രമാണം നമുക്ക് തുടക്കം മുതൽ നമുക്ക് കാണുവാനായി സാധിക്കും.
ഈ വീട്ടിൽ ഒരു പരാജയം സംഭവിച്ചതാകുന്ന ഒരു അനുഭവ സമ്പത്ത് കൂടെ ഇസാക്കിന് മുമ്പിലുണ്ട്. വേണ്ട രീതിയിലുള്ളതാകുന്ന ആജ്ഞാപനം ഒന്നും ഏശാവിനോടുള്ള ബന്ധത്തിൽ എടുക്കുവാൻ ഇസാക്കിനോ റിബേക്കയ്ക്കോ കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഭവിച്ച കാര്യം, രണ്ട് ഹിത്യ സ്ത്രീകൾ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായിട്ട് അതൊരിക്കലും ഇളയ മകൻ കൂടെ ആവർത്തിക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കാതെ നീ പുറപ്പെട്ട് നിന്റെ അമ്മയുടെ സഹോദരനാകുന്ന ലാബാന്റെ അടുക്കൽ ചെന്ന് ലാബാന്റെ പുത്രിമാരിൽ ഒരുവളെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര അയക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. അങ്ങനെ കടന്നു പോകുന്നതാകുന്ന യാക്കോബ് ഇതുവരെയും വീട് വിട്ട് പുറത്തു പോയിട്ടില്ല. താൻ വീടുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവനാണ്. അവന് കാടുകൾ എന്താണെന്നും വനങ്ങൾ എന്താണെന്നും നാടെന്താണെന്നും ഉള്ളതാകുന്ന അറിവ് തനിക്കില്ല. താൻ വളരെ തിടുക്കത്തിലാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം. നിൽക്കുവാൻ ഒട്ടും സമയം ഇവിടെ ശേഷിക്കുന്നില്ല. കോപിച്ച് നിൽക്കുന്നതാകുന്ന ഒരു ജ്യേഷ്ഠൻ മുന്നിലുണ്ട്. അവന്റെ മുന്നിൽ പെട്ടാൽ അപകടമാണ്, ജീവൻ നഷ്ടമായി പോകും. അതുകൊണ്ട് വളരെ തിടുക്കത്തിൽ അവനെ പറഞ്ഞയക്കുന്നത് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെ ഇസാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പദ്ദൻ ആരാമിനായ ബെഥുവേലിന്റെ മകനും യാക്കോബിന്റെയും ഏശാവിന്റെയും അമ്മയായ റിബേക്കയുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കൽ പോയി. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. അബ്രഹാം ഇസാക്കിന് വേണ്ടി ഒരു ഭാര്യയെ ആഗ്രഹിച്ചപ്പോൾ ഒരിക്കലും ഇസാക്കിനെ ആ ദേശത്തേക്ക് അയച്ചില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും അങ്ങോട്ട് പോകരുത് എന്നുള്ളതാകുന്ന ഒരു കൽപ്പന ഏലിയാസറിന് കൊടുത്തത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇസാക്ക് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം താൻ എടുക്കുന്നത് കാണുവാനായി സാധിക്കുന്നു. വളരെ തിടുക്കത്തിൽ തൻ്റെ പുത്രനെ പദ്ദൻ ആരാമിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു പിതാവ്. ഇസാക്കിന്റെ ധൈര്യം എന്തായിരിക്കും? തീർച്ചയായും നമുക്കറിയാം, ഇസാക്കിന്റെ ധൈര്യം ഒരു എൽഷദായിയാണ്. സർവശക്തനാകുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ഇസാക്കിന്റെ ധൈര്യം. അബ്രഹാമിനോട് കൂടെ ഇരുന്നവനാകുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ഇസാക്കിന് യാക്കോബിനോടും പറയുവാനായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ഇവിടെ താൻ പറഞ്ഞതനുസരിച്ച് യാക്കോബ് യാത്ര ചെയ്യുന്നതാകുന്ന രംഗം നമ്മളവിടെ കാണും. എന്നാൽ അതിൻ്റെ അടുത്തതാകുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ, അടുത്ത ഭാഗ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജ്യേഷ്ഠനാകുന്ന ഏശാവ് എടുക്കുന്ന ഒരു തീരുമാനം അവിടെ വളരെ ശ്രദ്ധേയമാണ്. കനാന്യ സ്ത്രീകൾ തൻ്റെ അപ്പൻ ഇഷ്ടമല്ല എന്ന് കണ്ട് അപ്പനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഏശാവ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ അപ്പന്റെ സഹോദരനെ, അമ്മയുടെ സഹോദരന്റെ മകൾക്ക് വേണ്ടിയാണ് പദ്ദൻ ആരാമിലേക്ക് പോകുന്നതെങ്കിൽ അപ്പന്റെ സഹോദരന്റെ
മകളെ തന്നെ എനിക്ക് ഭാര്യയാക്കി എടുക്കാം, അങ്ങനെ വന്നാൽ പിതാവിന് അത് ഇഷ്ടമാകും എന്നുള്ള ഉദ്ദേശത്തിൽ താൻ ചെന്ന് ഇസ്മായേലിന്റെ മകളാകുന്ന മഹലത്തിനെ വിവാഹം കഴിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നു. ഒരു വലിയ അബദ്ധത്തിൽ നിന്നും മറ്റൊരു വലിയ കുഴിയിലേക്ക് ചെന്ന് വീഴുന്നതാകുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. ഏശാവ് അപ്പോഴും പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ആലോചന പ്രകാരമല്ല ചെയ്യുന്നത്. സ്വന്തമാകുന്ന യുക്തിക്കും സ്വന്തമാകുന്ന താല്പര്യത്തിനും അനുസരിച്ച് താൻ ഒരു ഇസ്മായേലിന്റെ മകളെ വിവാഹം കഴിക്കുന്നത് നമുക്കവിടെ കാണുവാനായി സാധിക്കും. അതിൻ്റെ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യാക്കോബ് യാത്ര ചെയ്യുന്നതാകുന്ന റൂട്ട് വളരെ ശ്രദ്ധേയമാണ്. യാക്കോബ് യാത്ര ചെയ്യുകയാണ്. 28-ാമത്തെ നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പത്താമത്തെ വാക്യത്തിൽ, എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. ഇസാക്ക് കുടുംബമായി താമസിക്കുന്ന സ്ഥലം ബേർഷേബയാണ്. ബേർഷേബയിൽ നിന്ന് പരമാവധി വേഗത്തിലാണ് യാക്കോബിന്റെ യാത്ര. യാക്കോബ് സഞ്ചരിക്കുന്നതാകുന്ന മാർഗം എന്ന് പറയുന്നത് കിഴക്കോട്ടാണ്. 25-ാമത്തെ അധ്യായത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, കിഴക്ക് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ വെപ്പാട്ടികളുടെ മക്കൾക്ക് അവരെ അയച്ചതാകുന്ന സ്ഥലമാണ്. ദൈവമില്ലാത്തതാകുന്ന സ്ഥാനമാണ്. അവിടെ ആലയങ്ങളില്ല, അവിടെ ആരാധനയില്ല, യാഗപീഠങ്ങളില്ല, ഒന്നുമില്ലാത്തതാകുന്ന ഒരു സ്ഥലമാണ് കിഴക്ക് പ്രദേശം. എന്നാൽ അങ്ങോട്ടേക്കാണ് യാക്കോബ് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബേർഷേബയിൽ നിന്നും ഈ യെല്ലോ ഷെയ്ഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ബേർഷേബയും ബെതേലുമാണ്. ബേർഷേബയിൽ നിന്നും ബെതേൽ വരെ എത്തുവാൻ 40 മൈൽ ദൂരമുണ്ട്. 40 മൈൽ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1.609 ആണ്. അങ്ങനെ വരുമ്പോൾ ബേർഷേബ മുതൽ ബെതേൽ വരെ 70 കിലോമീറ്റർ ദൂരമുണ്ട്. ഒറ്റ പകൽ സമയം കൊണ്ട് താൻ പരമാവധി വേഗത്തിൽ ബെതേലിൽ എത്തിച്ചേരുവാനിടയായി. തന്റെ സ്പീഡ് നോക്കണം. ഏലിയാസറും ഒട്ടകക്കൂട്ടങ്ങളും പത്തനാരാമിലേക്ക് പോയി. ഒരു ഒട്ടകത്തിന്റെ സ്പീഡ് മാക്സിമം 40 മുതൽ 50 വരെ കിലോമീറ്റർ ആണ്. ഇവിടെ യാക്കോബ് പരമാവധി സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജ്യേഷ്ഠൻ പുറകെ വരുമോ എന്നുള്ളതാകുന്ന ഭയം തന്നെ ഭരിക്കുന്നുണ്ട്. പത്തനാരാം വരെ എത്തുവാൻ 400 മൈൽ ദൂരമുണ്ട്. അത് 1.609 ഈക്വൽ ടു 700 കിലോമീറ്റർ ആണ്. ഇതിനെടുക്കുന്ന സമയം 20 ഡേയ്സ് ആണ്. 20 ദിവസം സമയമെടുക്കും. ഇവിടെ ഇപ്പോൾ ഒറ്റ പകൽ കൊണ്ട് ബെതേലിലെത്തി. തന്നെ ഭരിക്കുന്നത് നിരാശയാണ്, തന്നെ ഭയം ഭരിക്കുന്നുണ്ട്, ഒറ്റപ്പെടൽ ഭരിക്കുന്നുണ്ട്, ഏകാന്തത ഭരിക്കുന്നുണ്ട്.
സൂര്യൻ അസ്തമിക്ക കൊണ്ട് അവിടെ കണ്ടതാകുന്ന ഒരു കല്ലെടുത്ത് തലയണയാക്കി വെച്ച് ആ തലയണയിൽ തന്റെ തല ചായ്ച്ചുകൊണ്ട് താൻ കിടന്നുറങ്ങുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെയും വായിക്കുന്നത്. തലയണ എന്ന് പറയുമ്പോൾ ഏറ്റവും സോഫ്റ്റായ ഒരു വസ്തുവാണ്. നമ്മുടെ തല വെച്ചാൽ ആ തലയ്ക്ക് ഒരു പ്രയാസം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തലയണ ഉപയോഗിക്കുന്നത്, പില്ലോസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ പില്ലോസിന് പകരം ഒരു കല്ലാണ് ഉപയോഗിക്കുന്നത്. തൻ്റെ തലയിൽ മുഴുവൻ ഭാരമാണ്, തലയ്ക്ക് പുറത്തും ഭാരമാണ്. എങ്കിലും തലയുടെ ഭാരം ഒന്നും മനസ്സിലാക്കാതെ തന്നെ തൻ്റെ ക്ഷീണം നിമിത്തം താൻ ഒരു ഗാഢനിദ്രയിലേക്ക് പോകുന്നത് നമ്മൾ അവിടെ മനസ്സിലാക്കും. 28-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യാക്കോബ് കാണുന്നതാകുന്ന സ്വപ്നമാണ് നമ്മൾ കാണുന്നത്. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ആയി. താൻ വളരെ ക്ഷീണിതനായി കിടന്നുറങ്ങുന്ന രാത്രിയിൽ ഉറക്കത്തിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാകുന്ന ഒരു സ്വപ്നം. ആ സ്വപ്നം ഭൂമി മുതൽ സ്വർഗം വരെ എത്തുന്നതാകുന്ന ഒരു കോവണി, ഒരു ലാഡർ. അതിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മേലെ അറ്റത്ത് യഹോവ നിൽക്കുന്നതും അവൻ കാണും. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ കണ്ണുകൾ പരിമിതിയുള്ളതാണ്. താഴെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ സ്വർഗം വരെ എത്തുന്നതാകുന്ന കോവണി അഥവാ വയ്ക്കുവാൻ കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായി പരിമിതികളുണ്ട്, അത് കാണുവാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വിചാരിക്കാം, സ്വർഗം യാക്കോബിനെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതിൻ്റെ മുകളിൽ യഹോവ നിൽക്കുന്നത് അവൻ കാണുവാൻ ഇടയായി തീർന്നു. ഈ കോവണി എന്ന് പറയുന്നത്, ഈ ലാഡർ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതാണെന്ന് നമുക്കറിയാം. സ്വർഗത്തിൻ്റെതാവുന്ന മഹിമാസനങ്ങളെയെല്ലാം വിട്ടുകൊണ്ട് ഭൂമിയിലെ മാനവരാശികളാകുന്ന പാപികളാകുന്ന മാനവരെ തേടി വന്നതാകുന്ന യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതാണ് യാക്കോബ് കണ്ടതാവുന്ന ആ സ്വപ്നത്തിലെ കോവണി എന്ന് പറയുന്നത്. യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യവും അതിൻ്റെ മുൻപുള്ള വാക്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് നഥനയേലിനെ നോക്കിയ ഒരു കാര്യം പറഞ്ഞു. നഥനയേൽ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടിട്ട് നഥനയേൽ പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. യാക്കോബ് എന്ന് പറയുമ്പോൾ അവനിൽ കപടമുണ്ട്, അവന് ചതിയുണ്ട്. എന്നാൽ യാക്കോബിന്റെ അടുത്ത പേരാണ് ഇസ്രായേൽ. കർത്താവ് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാണ്, ഇവനിൽ കപടം ഇല്ല. അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 51 നമുക്ക് വേഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 51. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും
മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു. നഥനയേലിനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. യാക്കോബ് കണ്ടതാകുന്ന അതേ സ്വപ്നം ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് നഥനയേലിനോട് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. അപ്പോൾ ഈ സ്വപ്നം, ഈ കോവണി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ കാണിക്കുന്നതാണെന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ഇവിടെ അതിനുശേഷമായി ദൈവം നൽകുന്നതാകുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 5 വാഗ്ദത്തങ്ങൾ ദൈവം യാക്കോബിനോട് പറയുന്നത് കാണുവാനായി സാധിക്കുന്നു. ഒന്ന്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നോട് അരുളി ചെയ്തത് അതുപോലെ നിവർത്തിക്കും എന്ന് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. തുടർന്ന് അതിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യാക്കോബ് നൽകുന്നതാകുന്ന യാക്കോബിന്റെ റെസ്പോൺസ് നമുക്കവിടെ മനസ്സിലാക്കുവാനായി സാധിക്കും. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്ന അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഉറക്കമുണർന്നതാകുന്ന യാക്കോബ് താൻ പറയുന്നതാകുന്ന ആദ്യത്തെ പദം ഇതാണ്, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. നമ്മൾ സങ്കീർത്തനം 139 കടന്നു വരുമ്പോൾ അവിടെ ദാവീദ് പറയുന്ന കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നിന്റെ കണ്ണെന്നെ കാണുമെന്ന് അവിടെ 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് കാണുവാനായി സാധിക്കുന്നു. ഇവിടെ യാക്കോബ് വിചാരിച്ചു ബേർഷേബയിൽ മാത്രമാണ് ദൈവമുള്ളത്. ബേഥേൽ എന്നതാകുന്ന ഈ വഴിയിൽ, ഈ കാട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും യാക്കോബ് വിചാരിച്ചില്ല. വീട് വിട്ട് പുറപ്പെട്ടതാകുന്ന യാക്കോബിനെ തേടി ദൈവം ഇറങ്ങി വരുന്നത് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നു. ദൈവം പറഞ്ഞതാകുന്ന വാഗ്ദത്തങ്ങൾക്ക് പ്രതികരണമായി താൻ പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല യഹോവ ഈ സ്ഥലത്തുണ്ട് എന്ന് താൻ പ്രസ്താവിക്കുന്നതും നമുക്ക് കാണുവാനായി സാധിക്കുന്നു. കൂടാതെ അവൻ ഭയപ്പെട്ടു പോയി എന്ന് 17ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് താൻ പറയും. താൻ ഇതുവരെയും ഭയപ്പെട്ടത് യേശാവിനെ ആണെങ്കിൽ, ഇതുവരെയും ഭയപ്പെട്ടത് പരിസ്ഥിതികളെ ആണെങ്കിൽ, ഇതുവരെയും ഭയപ്പെട്ടത് ഒരു കാടിനെ ആണെങ്കിൽ, ഇപ്പോൾ അവൻ യഥാർത്ഥമായി എൽഷദായി എന്നതാകുന്ന ദൈവത്തെ ഭയപ്പെടുന്നത് നമ്മൾ കാണും. അവൻ പറയുകയാണ്, ഈ സ്ഥലം എത്ര ഭയങ്കരമായ സ്ഥലമെന്ന് താൻ പറയുകയാണ്. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ദൈവാലയം ദർശനങ്ങളുടെ സ്ഥലമാണ്. ദൈവാലയം ഭയപ്പെടേണ്ട ഒരു സ്ഥലമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഒപ്പം തന്നെ വേറെ ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ ആലയത്തിൽ, നല്ല ദൈവത്തിന്റെ ആലയത്തിന്റെ ഒരടയാളം എന്ന് പറയുന്നത് നല്ല പോലെ ഉറങ്ങുവാനും കഴിയുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്കൊക്കെ കാണുവാനായി സാധിക്കുന്നത്, പലരും ആരാധന സമയത്ത്
ഉറങ്ങിപ്പോകുന്നതൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് യാക്കോബിന്റെ അനുഭവം ഉള്ളിൽ വരുന്നത് കൊണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം പുറമെയൊക്കെയും ഏറ്റവും സമാധാനക്കേട് ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ആലയം എപ്പോഴും വളരെ സമാധാനം അനുഭവിക്കുന്ന സ്ഥലമാണ്. നല്ല ഉറക്കം കിട്ടിയപ്പോഴാണ് യാക്കോബിന് മനസ്സിലായത്, ഇവിടെയാണ് ദൈവത്തിന്റെ ആലയം. പ്രിയമുള്ളവരെ, താൻ പറയുന്നതാവുന്ന കാര്യം ഇതാണ്, ഞാനോ അത് അറിഞ്ഞില്ല. അവൻ വളരെ ഭയത്തോടുകൂടി ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. വളരെ ഭയം. ഇതുവരെ ഭയം തനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. തന്നിൽ പല ചതികളും വഞ്ചനകളും എല്ലാം തനിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ യഥാർത്ഥമായി ദൈവത്തിന് മുമ്പാകെ ഭയന്ന് നിൽക്കുന്ന ഒരു കാര്യം കാണുവാനായി സാധിക്കും. ഇതുമുതലാണ് ദൈവം എടുത്ത് യാക്കോബിനെ ഉപയോഗിക്കാനായി തുടങ്ങുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഒരുവൻ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന ഭയം അവന്റെ ഉള്ളിൽ വരണം. ദൈവഭയം ഇല്ലാത്ത ഒരുവനെ ഒരിക്കലും ദൈവത്തിനടുത്ത് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. മാത്രമല്ല, യാക്കോബ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, അതികാലത്ത് എഴുന്നേറ്റ് തലയ്ക്ക് തലയണയായി വെച്ചതാകുന്ന കല്ലെടുത്ത് ഒരു തൂണാക്കി അവിടെ കുഴിച്ചിടുന്നു, അതിന്മേൽ എണ്ണ ഒഴിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നു. 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ലൂസ് എന്നതാവുന്ന പട്ടണത്തിന്റെ പേര് താൻ ബെഥേൽ എന്നാക്കി മാറ്റുന്നതും നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നു. താൻ അവിടെ പട്ടണത്തിന്റെ പേര് തന്നെ മാറ്റുന്നത് കാണുവാനായി സാധിക്കും. എന്നാൽ പിൻകാലത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പട്ടണം ദൈവത്തിന്റെ ആലയം ആകും എന്ന് പറഞ്ഞതാകുന്ന ഈ പട്ടണം വിഗ്രഹ ആരാധകരുടെ ഒരു കേന്ദ്രമായി മാറി. ഈ ബദൽ 1 രാജാക്കന്മാർ 13-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യത്തിലും ഹോശേയയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിലും നമുക്കത് കാണുവാനായി സാധിക്കും. ബഥേലിൽ വിഗ്രഹങ്ങൾക്ക് ബലി കഴിക്കുന്ന ഒരു കാര്യപരിപാടി നമുക്ക് അവിടെ ബഥേലിൽ നടക്കുന്നത് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതിൻ്റെ 6-ാമത്തെ പോയിന്റിലേക്കും കൂടെ കടന്നു വന്ന് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. യാക്കോബ് എടുക്കുന്നതാകുന്ന ഒരു നേർച്ചയാണ് നമുക്ക് 20-ാമത്തെ വാക്യത്തിൽ കാണുവാനായി സാധിക്കുന്നത്. എൽഷദായി ആകുന്ന ദൈവം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ മടക്കി വരുത്തും എന്നുള്ളതാകുന്ന ഉറപ്പുകളൊക്കെയും കൊടുത്തതിന് ശേഷം യാക്കോബ് പറയുന്ന 2 കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം. തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയമാകും, നീ തരുന്നതിൽ എല്ലാം ഞാൻ നിനക്ക് ദശാംശവും തരും എന്ന് പറയുന്ന കാര്യം അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമാണ്. ദൈവം എല്ലാ നിലകളിലും അനുഗ്രഹിക്കും എന്നുള്ളതാവുന്ന വാഗ്ദത്തം ചെയ്തതിന് ശേഷം ഭൗമികമാകുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ യാക്കോബ് പറയുന്ന കാര്യമാണ് നമുക്ക് അവിടെ കാണുന്നത്. ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും, നീ തരുന്നതിൽ എല്ലാറ്റിലും ഞാൻ ദശാംശം നിനക്ക് തരും. ദൈവത്തോട് വയ്ക്കുന്ന കണ്ടീഷനാണ് നമുക്കവിടെ കാണുന്നത്. നീ 10 എനിക്ക് തന്നാൽ അതിൽ 1 നിനക്ക് തരും, ബാക്കി 9 ഞാൻ എടുക്കും.
ഒരു ബിസിനസ് പാർട്ട്ണറിനെ നമ്മൾ ഒരു ബിസിനസ്സിൽ കൂട്ടുവാണെങ്കിൽ 50-50 ആണ് പാർട്ട്നേഴ്സിനുള്ളതാവുന്ന പങ്ക്. നമ്മൾ ദൈവത്തെ പങ്കു പിടിക്കുകയാണെങ്കിൽ നാല് റൂമുകൾ നാട്ടിൽ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമൊക്കെ അവിടെ കുറിച്ച് കാണുവാനായി സാധിക്കും. പിതാക്കന്മാരുടെ അബ്രഹാമിനോട് കൂടെ ഇരുന്നതാകുന്ന ദൈവം ഇസ്ഹാക്കിനോട് കൂടെ ഇരുന്ന് ആ വാഗ്ദത്തം യാക്കോബിലൂടെ നിവർത്തിക്കുന്നത് തുടരുന്നത് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ യാക്കോബിന്റെ 12 പുത്രന്മാർ 12 ഗോത്ര പിതാക്കന്മാരായി. അതിൽ യഹൂദ ഗോത്രത്തിൽ നിന്ന് നമ്മുടെ കർത്താവിന്റെ ജനനം ഉണ്ടാകുവാൻ ഇടയായി തീരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ അതിനനുസരിച്ച് വരുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവുള്ളതാകുന്ന സ്ഥാനത്തെ വേണ്ട വിധത്തിൽ നൽകുവാൻ, അതിൻ പ്രകാരം നമ്മുടെ ജീവിതം പുതുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായി ചെയ്യുവാൻ ഇന്നലെക്കാൾ ഉപരിയായി ഇതുവരെ നമ്മൾ നടന്നതിനേക്കാൾ അപൂർവമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇസ്ഹാക്ക് കാണിച്ചതുപോലെ തനിക്ക് പറ്റിയതാവുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കി ഒരു തിരിച്ചുവരവ് നടത്തുവാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമാക്കി മനസ്സിലാക്കി എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അത് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നതിനും ഇടയാകുന്നതിനും ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. അവന്റെ വന്യമാകുന്ന നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗങ്ങളിലെ പിതാവേ,